ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മൾ പോകാൻ ഇറങ്ങുവാണ് കേട്ടോ. അപ്പം അച്ഛൻ പുറത്തിരിപ്പുണ്ട് വീട്ടിൽ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അനന്തു ആണെങ്കിൽ ഓഫീസിൽ പോകുന്ന വഴി എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛന് പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ 2-3 ദിവസമായി വീട്ടിലേക്ക് പോയിട്ട്. അപ്പം അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പം എൻ്റെ വീടാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും എപ്പോഴും പോവുകയും വരെയൊക്കെ ചെയ്യാം കേട്ടോ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. കാരണം അച്ഛനും അമ്മച്ചിനെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പോവുക, പിന്നെ എപ്പോൾ വേണമെങ്കിലും വരാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായി അച്ഛൻ എന്നോട് ഗൂഗിൾ പേയിൽ അച്ഛന് ഒരു അക്കൗണ്ട് ഓൾറെഡി ആഡ് ആയിരുന്നു, വേറൊരു അക്കൗണ്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ എപ്പോഴും വിട്ടുപോകും. അപ്പം ഇന്ന് ചെന്നപ്പോൾ അച്ഛൻ എന്നെ പിടിച്ചിരുത്തി അപ്പം തന്നെ ചെയ്യിപ്പിക്കണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ കയറി കിടന്ന് ഉറങ്ങിയിട്ടോ. കാരണം നല്ല വെയിൽ, നല്ല ചൂടൊക്കെയാണ്, നല്ല ക്ഷീണമാണ്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ആണ് കേട്ടോ എൻ്റെ ബെഡും പിന്നെ ഈ ഒരു സെറ്റി കേട്ടോ. ഈ ഒരു സെറ്റിയിൽ കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ക്ഷീണോ ഇതൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നല്ല വിശപ്പായിരുന്നു. പിന്നെ അമ്മച്ചി നല്ല മീൻ വറുത്തതും മീൻകറിയും തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാ. അന്തു ആണെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ പോയായിരുന്നേ. അന്തുവിന് വേറെ എന്തോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെയും ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ അച്ഛൻ പറഞ്ഞ് മീൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പോവാന്ന്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ മീൻ കടയൊക്കെ ഉണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മീൻ കടയിൽ പോയിട്ടോ. അങ്ങനെ മീൻ കടയിലെത്തി നോക്കിയപ്പോഴാണെങ്കിലും എനിക്ക് പറ്റിയ മീനൊന്നും അങ്ങോട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്കെന്നാ പ്ലാൻ മാറ്റിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ ചിക്കൻ കടയിലോട്ട് ഇട്ടിട്ടാ. അപ്പം നിങ്ങൾ വിചാരിക്കും പനിക്കാരനെ കൊണ്ടാണോ നിങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ പോണെന്നുള്ളത്. അച്ഛന് പനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു, ഇപ്പം അങ്ങനെ വലിയ പനിയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വോയിസ് ക്ലിയർ അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ മിക്സി അടിക്കുന്ന നോയ്സ്, അങ്ങനെ അതും ഇതും നോയ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വോളിയം കുറവായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പം ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലാണെങ്കിൽ കുറച്ച് ബിരിയാണി റൈസ്, മറ്റേ നോർമൽ ജീരകശാലയാണ്, ഫ്രൈഡ് റൈസിൻ്റെ റൈസ് അല്ല. എന്നാലും സാരില്ല, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് എനിക്കെന്തോ കഴിക്കാൻ ഭയങ്കര ഒരു ക്രേവിങ്സ്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി അപ്പോഴേക്കും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട് പിന്നെ ഞാൻ ആദ്യം ചിക്കൻ കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഞങ്ങൾ ഇപ്പോൾ വീട്ടിലുള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ടേ മുതൽ ഇങ്ങനെയാണ്. ഇപ്പം നമ്മളെല്ലാവരും കൂടി വീട്ടിലെത്തണ സമയം എന്ന് പറഞ്ഞാൽ ഒരു 6:30 കഴിയും. അപ്പോൾ വന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നാമം ചൊല്ലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് നാട്ടുവർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കുറേ നേരം സംസാരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി വെജിറ്റബിൾസൊക്കെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനുണ്ടായി. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ നിന്നപ്പോഴേക്കും അച്ഛനും കൂടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും കൂടെ എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീൻസും അതേപോലെ തന്നെ ക്യാരറ്റ് പിന്നെ സവാള, തക്കാളി ഇതൊക്കെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി ചിക്കൻ കറി സവാളയൊക്കെ വഴറ്റി. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടെ വീഡിയോ കൂടെ എടുക്കാൻ എനിക്ക് പറ്റണ്ടായില്ല. അങ്ങനെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ട് ആദ്യം സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റി അതിലേക്ക് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് അതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും ഇട്ടിട്ടാ. പിന്നെ ഫ്രൈ ചെയ്തുകൊണ്ട് ചിക്കൻ അങ്ങനെ ഗ്രേവി വെള്ളം വരുമല്ല, അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നേ. അങ്ങനെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും അങ്ങനെ എല്ലാ സംഭവവും സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും അനന്തു എത്തിയായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നുണ്ട്. അപ്പം ഞാൻ അനന്തുവിന് ഫസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ ബാക്കി എല്ലാവർക്കും അങ്ങനെ ചിലവൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ കഴിക്കാനിരുന്ന്. അപ്പം ഞാനാണെങ്കിൽ ഇനി ഫുഡ് കഴിച്ച് തിരിച്ച് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ രാത്രി തന്നെ. അപ്പം ഇന്നിവിടെ നിൽക്കണില്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്ന്. അങ്ങനെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം ജീരകശാല അരി ആയിരുന്നെങ്കിലും ഫ്രൈഡ് റൈസ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയൊക്കെ വന്ന് ചിക്കൻ കറി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം. അതിൻ്റെ ഇടയിൽ സാലഡൊക്കെ അമ്മച്ചിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അനന്തുവിനോട് ഞാൻ ചോദിക്കണേ എങ്ങനെയുണ്ടെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്.
അങ്ങനെ ദേ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ദേ ഞാൻ പോവാൻ റെഡി ആയിട്ടിരിക്കണ്ട്. അപ്പൊ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറണില്ല കേട്ടോ. അത് തന്നെ കാരണമല്ലേ പോകുന്നത്. പിന്നെ രാത്രിയുമായില്ല. അങ്ങനെ പോവാൻ ഇറങ്ങിയപ്പോഴാണെങ്കിൽ അവിടെ ഒരു ഓറഞ്ച് ഇരിപ്പുണ്ടായി. അപ്പൊ ഞാൻ അതെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഇറങ്ങി. അപ്പൊ ദേ അച്ഛനും അമ്മച്ചും അവിടെ നിന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ട്. നമ്മൾ നേരെ കാർ എടുത്ത് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. ഓക്കെ ബൈ ടാറ്റ.